വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ കോട്ടവാസൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട് എത്തിയിരിക്കുകയാണ്. തമിഴ്നാടിൽ കൂടെ നമ്മളിപ്പോൾ ഈ കാട്ടിലൂടെയല്ല, കാട്ടിനകത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വനയാത്രയാണ്. ഇപ്പോൾ കോട്ടവാസൽ ഇറങ്ങിയാണ് നമ്മൾ തെങ്കാശിയിലോട്ട് പോണത്. ആ വഴിയിലുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി മലഞ്ചെരുവുകളും കാഴ്ചകളും. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഒരു ഡാം കാണാം. ഡാമിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ഞാൻ ആ ഡാമിൻ്റെ പേര് ഇപ്പോൾ ഓർത്ത് പറയാം. നമുക്ക് ഈ തൽക്കാലം ഈ കാഴ്ചകൾ കാണാം. ഈ വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഈ റോഡ് വഴിയാണ് ഇറങ്ങി വന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ആ റോഡ് ഇങ്ങനെ വളഞ്ഞ് അങ്ങ് മുകളിൽ പോകും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയവരായിരുന്നു. ഇതൊക്കെ നല്ല നല്ല രസമുള്ള കാഴ്ചകൾ. നമ്മൾ ക്യാമറ കാണുന്നവരല്ല, സത്യം നേരിട്ട് വന്ന് കാണണം. നേരിട്ട് വന്ന് കണ്ട അടിപൊളിയാണ്, പറയാതിരിക്കാൻ പോയി. അങ്ങ് അകലെ കംപ്ലീറ്റ് കൃഷിയും കാര്യങ്ങളും വയലുകളും നിലങ്ങളും. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് താഴോട്ടെത്തിയപ്പോൾ എന്ന് പറയുന്നത് നല്ല കുറച്ച് കാഴ്ചകളാണ് ഇവിടെ ഞാൻ കണ്ടത്. അതായത് മൊത്തം അടയ്ക്ക കൃഷിയാണ്. ഏക്കർ കണക്കിന് അടയ്ക്ക കൃഷി. ഇവിടെ വെള്ളം വീട്ട് പ്രശ്നമാണ്. അങ്ങ് കിടക്കുക. ക്യാമറയിൽ കാണുന്ന പോലെയല്ല, ഇത് നേരിട്ട് കാണണം. ബാക്കിലായിട്ട് അടിപൊളി മലനിരകളാണ്. തമിഴ്നാടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. പ്രത്യേകിച്ച് തെങ്കാശി ബ്യൂട്ടിഫുള്ളാണ്. തെങ്കാശി കിടക്കുക, മാവ് എല്ലാം ഉണ്ടെങ്കിൽ അടയ്ക്ക ഏറ്റവും കൂടുതൽ അടയ്ക്ക. അങ്ങ് ദൂരേന്ന് അടിപൊളി. നമ്മൾ നേരത്തെ കണ്ട ഡാമിൻ്റെ പേര് മേക്കര ഡാമാണ്. ഇപ്പോൾ എന്തായാലും ആ റൂട്ടിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കിടയ്ക്ക് വെച്ച് വഴിയൊന്ന് മാറിപ്പോയി. അടിപൊളിയായിട്ടുള്ള ഒരു സൗന്ദര്യം, എന്താ പറയുന്ന, തെങ്കാശിയുടെ ആ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലത്തൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. രണ്ട് സൈഡും കൃഷി, നെൽകൃഷി, നെൽപ്പാടത്തിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അടിപൊളി തന്നെയല്ലേ, നേരിട്ട് കാണാൻ എന്ത് രസമല്ലേ. അടിപൊളി. ആ മലയും കാര്യങ്ങളും. അവിടെ ഡാം, അങ്ങാടി നമുക്ക് ഡാം കാണാം. കൃഷിപ്പാടത്തൊക്കെ ആളൊക്കെ ഉണ്ട്, ആവശ്യമുള്ള ആളെ ഉണ്ട്. അവിടെ ഒരു അമ്പലം, കൃഷിപ്പാടത്തിൻ്റെ ആയിട്ടൊരു അമ്പലമുണ്ട്. ഒരു അമ്പലം നമുക്ക് കാണാം. കൊച്ചു തെങ്ങ് കൃഷി എന്ന് വേണേൽ പറയാം. കേരളത്തിൽ തെങ്ങില്ല. തെങ്ങ് മൊത്തം തമിഴ്നാട്ടിലായി. തമിഴ്നാട് നിന്നാണ് കേരളത്തിലോട്ട് തേങ്ങ വരുന്നത്. അങ്ങനെ ഡാമിൻ്റെ അടുത്ത് നമ്മൾ എത്താറായില്ല. ഇനിയുണ്ട്, കുറച്ച് ദൂരമുണ്ട്. നല്ല കാഴ്ചകൾ തന്നെയാണല്ലേ. അങ്ങനെ ഒരു പശുക്കിടാവ് വണ്ടിക്ക് കുറുക്ക് ചാടാൻ നിൽക്കുകയാണ്. അങ്ങനെ മേക്കര ഡാമിൻ്റെ അടുത്ത് നമ്മളെത്തി. വെള്ളം ഇല്ല. മേക്കര ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കാണുന്ന അതുവഴി ഇങ്ങനെ വെള്ളം നല്ല രസമാണ്. മഴക്കാലത്ത് വന്ന അടിപൊളിയാ. ആണ് മേക്കര ഡാം. ഇപ്പം നമ്മൾ ഈ മേക്കര ഡാമിൻ്റെ അടുത്തെത്തി. ഈ കാണുന്ന ഇതുവഴി ഇങ്ങനെ വെള്ളം വരുമായിരുന്നു. അതിപ്പോൾ മഴയില്ലാത്തതുകൊണ്ടാണ് വെള്ളം ഇല്ലാത്തത്. അതുകൊണ്ട് വരണ്ട് ഉണങ്ങി കിടക്കുക ഇവിടെ. അടിപൊളിയാ. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഈ കുറച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല. ഇതേപോലെയൊക്കെ തന്നെയാണ് അങ്ങോട്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതുവഴി ഇങ്ങനെ വെള്ളം വന്ന് ഒലിച്ച് വീഴും. ഇങ്ങനെ ആ കാണുന്ന ആ മുകളിൽ കൂടെ ഇങ്ങനെ വെള്ളം സ്ലിപ്പായി വരും. നല്ലൊരു കാഴ്ചയാണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മേക്കര ഡാമിൽ നിന്ന് നമ്മൾ മലൈക്കോവിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇരുവശത്തും നല്ല പുളിമരങ്ങൾ ഇങ്ങനെ റോഡിൻ്റെ ഇരുവശത്തും ഉണ്ട്. ആ കാഴ്ച നല്ല അടിപൊളിയാണ്. നല്ല തണലുണ്ട് നമുക്ക്. പിന്നെ റോഡ് നല്ല റോഡാണ്. പിന്നെ റോഡിൽ ഈ പശുവും മറ്റുള്ള കാര്യങ്ങളൊക്കെ
എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വളരെ കെയർ ചെയ്തേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. പശുവിന് തട്ടേ മുട്ടേ ചെയ്താൽ പൈസ കൊടുക്കാൻ അവർ വിടത്തുമില്ല.